നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ചക്ക സീസണൊക്കെ ആകുമ്പം നമുക്ക് കുറേ ചക്കക്കുരു കുറച്ച് കാലത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ ഒരു വെറൈറ്റി അല്ലേ, ചമ്മന്തിയൊക്കെ വേറെ വേറെ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ചോറിനിപ്പം ഒരു മോരുകറി, ഒരു ഒഴിച്ചു കറി മാത്രമേ ഉള്ളൂങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഞ്ഞിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കി വരാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു 10 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊലി അങ്ങ് കളഞ്ഞു വെച്ചതാണ്. പിന്നെ തേങ്ങ ചിരകിയത് വേണം 1 കപ്പ്. പിന്നെ ചെറിയുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഒരു 5 എണ്ണം. പിന്നെ ഒരു കുറച്ച് മതി, ഒരു ചെറിയ നെല്ലിക്കയുടെ ഒരു സൈസിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് 4 എണ്ണം എടുത്തു. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ പിന്നെ ഉപ്പും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു ചീൻചട്ടിയിലോ മറ്റോ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലിട്ടിട്ട് ചുട്ടെടുക്കുകയെന്ന് പറയില്ല, അപ്പോൾ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഇതൊന്ന് വെന്ത് വരണം. നമ്മൾ അരച്ചെടുക്കുമ്പം ഉള്ളു വേവണം. അപ്പോൾ പുറത്തുള്ള തൊലി കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് സമയം എടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി വരണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ വെന്തോ നോക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ്, അതാണിങ്ങനെ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി അപ്പോൾ ചക്കക്കുരു അവിടെ നിൽക്കട്ടെ. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് കുറച്ച് സമയം ചെറിയുള്ളിയുടെ തൊലിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയി വരില്ല, അതുവരെ കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കണം. വറ്റൽമുളക് ഒന്ന് എന്താ പറയുക, ചൂടായിട്ട് വരണം. ചൂടായിട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയില്ലേ, മൂപ്പിച്ചെടുത്ത് അതിൻ്റെ ഒരു കളറ് മാറുന്ന ആ ഒരു സമയമായിട്ട് വരണം. അപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുകയാണ്. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഈ ഒരു ചൂടിൽ നിന്നിട്ട് തേങ്ങയും കൂടി ചൂടായിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്, ചക്കക്കുരു ഒക്കെ ഒന്ന് ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക. ആദ്യം ചക്കക്കുരു ക്രഷ് ചെയ്യുകയാണ്. അപ്പോൾ തൊലി വേണമെങ്കിൽ കളയാം, പക്ഷേ തൊലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഈ ഒരു ബ്രൗൺ കളറുള്ള. അപ്പോൾ നമുക്ക് ഇതിപ്പം കണ്ടില്ല, നല്ലോണം വേവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപടി തന്നെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഉണ്ടല്ലോ, പുളി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതൊന്നും കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകം നന്നായിട്ട് അങ്ങനെ അരഞ്ഞു പോവില്ല, പക്ഷേ നമുക്കറിയാമല്ലോ ചമ്മന്തിയുടെ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ്. ചക്കക്കുരു ശരിക്കും ആ ഒരു ചുട്ടെടുത്ത ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.